ഹായ് ഗൈസ്, ഇറ്റ്സ് മൈ സാസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ബസ് നോക്കി കുറേ നേരം നമ്മൾ നിന്നായിരുന്നു. തൊടുപുഴ സ്റ്റുഡിയോയിലാണ് നമ്മൾ പോകുന്നത്. ഒരു 10 മിനിറ്റത്തോളം നമ്മൾ നോക്കി നിന്ന്, അപ്പോഴാണ് ബസ് വരുന്നത്. പിന്നെ നമ്മൾ ബസ്സിൽ ചാടിക്കയറി. ഭയങ്കര മഴയായിരുന്നു. ഫ്രണ്ട് സീറ്റ് തന്നെ നമുക്ക് കിട്ടിയായിരുന്നു. ഭയങ്കര മഴയായിട്ട് പിന്നെ നമ്മൾ തൊടുപുഴയിൽ ചെന്നിറങ്ങി. KSRTC സ്റ്റാൻഡിൻ്റെ അവിടെയായിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. പിന്നെ കുറച്ച് ദൂരം നമ്മൾ നടന്ന്, ഭയങ്കര മഴയായിരുന്നു പ്ലീസ്. പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ച് അപ്പുറത്തോട്ട് ചെന്നിട്ട് പിന്നെ നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് നല്ല ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ സ്റ്റുഡിയോയുടെ അടുത്തെത്തി. സ്റ്റുഡിയോയുടെ മെയിൻ്റെനൻസ് ഒക്കെ ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ പ്ലേസ് കയറുന്നത്. കുറേ നാളുകൾക്ക് ശേഷം ഒരുപാട് ചെരുപ്പിൻ്റെ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. കൃഷ്ണ അവിടെ ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷൻസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ലിപ്സ്റ്റിക്കുകളൊക്കെ വന്നു. എല്ലാം കൊള്ളായിരുന്നു ഗൈസ്. പിന്നെ നമ്മൾ മിററിൽ പോയിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഗൈസ്. മിററാണ് നമ്മുടെ വീട്ടിലും. കൃഷ്ണ ഓരോ ചെരുപ്പുകളൊക്കെ മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുക. അവസാനം ഒരു ബ്ലാക്ക് ചെരുപ്പാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി കുറേ നേരത്തെ കളക്ഷന് ശേഷം ഇറങ്ങി നമ്മളൊരു ബജ്ജി കടയിൽ നിന്ന് ബജ്ജി വാങ്ങിച്ചു. പിന്നെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്നു. ബസ് വന്ന് പെട്ടെന്ന് നമ്മൾ 4 പേര് ഒരു സീറ്റ് ചെയ്യുന്നു. അപ്പുറത്തൊക്കെ സീറ്റ് ഉണ്ടെങ്കിലും നമുക്ക് 4 പേർക്കും ഒന്നിച്ചാണ് ഇരുന്നത് ഗൈസ്. അതിനുശേഷം കുറേ നേരം നമ്മൾ മഴയൊക്കെ ആസ്വദിച്ചു. പിന്നെ നമ്മൾ മുട്ടത്ത് വന്നിറങ്ങി. വിശപ്പ് പറഞ്ഞാൽ നമ്മൾ സ്പീഡിൽ നടക്കുകയാണ് ഹോസ്റ്റലിലോട്ട്. പിന്നെ നമ്മൾ ഹോസ്റ്റലിലോട്ട് നടന്നു വരുന്ന വഴിയിൽ അവിടെ ഒരു പാലം ഉണ്ട്. അതിൻ്റെ താഴെ ഒരുപാട് വെള്ളം, ഭയങ്കര വെള്ളമായിട്ട് നിറഞ്ഞു കിടക്കുകയാണ്. പിന്നെ നമ്മൾ ഹോസ്റ്റലിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹോസ്റ്റലിലോട്ട് നമ്മൾ നിർത്തി വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് വിശന്നിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ നമ്മൾ ധൃതി വെച്ചിട്ട് ഓടുകയാണ് ഹോസ്റ്റലിലൂടെ. മഴയ്ക്ക് മുന്നേ കോളേജ്. അങ്ങനെ നമ്മൾ ഹോസ്റ്റലിലോട്ട് പ്രവേശിച്ച് കഴിച്ച് അങ്ങനെ സ്റ്റുഡിയോയിൽ ഓരോ ദിവസം നമ്മൾ ചിലവഴിച്ചിട്ട് ഹോസ്റ്റലിലോട്ട് വന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. പിന്നെ കിടന്നു.